ഇന്ത്യൻ രൂപ കഴിഞ്ഞ 10 വർഷത്തിനിടെ US ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 27.6% മൂല്യം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രധാന ആഗോള കറൻസികളോട് താരതമ്യപ്പെടുത്തിയാൽ രൂപയുടെ മൂല്യം വർദ്ധിച്ചിട്ടുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 10 വർഷം കൂടുമ്പോൾ ഇന്ത്യയുടെ രൂപയുടെ യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 2004 മുതൽ 2014 വരെ രൂപയുടെ മൂല്യം എന്നത് 44.37 മുതൽ 60.34 വരെ കുറവായിരുന്നു. അപ്പോൾ 2014 മുതൽ 2024 വരെ എന്ന് പറയുന്നത് രൂപയുടെ മൂല്യം 60.34 മുതൽ 83.38% വരെ കുറവായിരുന്നു. അപ്പോൾ 2004 മുതൽ 2024 വരെ രൂപയുടെ മൂല്യം എന്നത് 133.77 നിന്നും 90.76 വരെ കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രൂപയുടെ US ഡോളറിലേക്കുള്ള ശരാശരി എക്സ്ചേഞ്ച് നിരക്ക് എന്ന് പറയുന്നത് 2004 മുതൽ 2024 വരെ 45.7% കുറഞ്ഞു. 2004, 2005 മുതൽ 2023-24 വരെ 4 കറൻസി ബാസ്ക്കറ്റിലും 6 കറൻസി ബാസ്ക്കറ്റിലും റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രൂപയുടെ യഥാർത്ഥ വിനിമയ ശക്തി വർദ്ധിപ്പിച്ചതിനെയാണ് സൂചിപ്പിക്കുന്നത്. എക്സ്ചേഞ്ച് നിരക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കറൻസി മറ്റൊരു കറൻസിയുമായി മാറ്റാനാകുന്ന നിരക്കാണ് എക്സ്ചേഞ്ച് നിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കറൻസിയുടെ മൂല്യം മറ്റൊരു കറൻസിയോടുള്ള പൊരുത്തത്തിലാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലതരത്തിലുണ്ട്. അപ്പോൾ സ്ഥിര എക്സ്ചേഞ്ച് നിരക്ക് എന്ന് പറയുന്നത് സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ബാങ്കുകൾ കറൻസിയുടെ മൂല്യം നിശ്ചയിക്കും. അപ്പോൾ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് നിരക്ക് എന്ന് പറയുന്നത് കറൻസിയുടെ മൂല്യം വിപണിയിലെ ആവശ്യവും ലഭ്യതയും അടിസ്ഥാനമാക്കിയായിരിക്കും നിർണ്ണയിക്കുന്നത്. അപ്പോൾ മാനേജ്ഡ് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ഫോർമാറ്റിലും സ്ഥിര നിരക്കിലും ഇടയിലുള്ള ഒരു രീതിയാണിത്. അപ്പോൾ എക്സ്ചേഞ്ച് നിരക്കിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് വ്യാജ നിരക്കുകൾ. അപ്പോൾ ഉയർന്ന വ്യാജ നിരക്കുകൾ വിദേശ നിക്ഷേപം ആകർഷിച്ച് കറൻസിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെ പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഉയർന്ന പണപ്പെരുപ്പം മൂല്യം കുറയ്ക്കുന്നുണ്ട്. അതുപോലെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ശക്തമായ സാമ്പത്തിക വളർച്ച കറൻസിയോടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ സ്ഥിരത, രാഷ്ട്രീയ അസ്ഥിരത വിദേശ നിക്ഷേപങ്ങളെ ബാധിക്കുകയും കറൻസിയെ ദുർബലമാക്കുകയുമാണ് ചെയ്യുന്നത്. ആവശ്യം, ലഭ്യത, അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇവ വിപണിയിലെ അടിസ്ഥാന തത്വങ്ങളാണ്. ഇത് വിപണിയിൽ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട്.